തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് രണ്ട് ഓർഡിനൻസ്, രണ്ട് ചട്ടങ്ങൾ തന്റെ സഭയ്ക്ക് നൽകിയതായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന് സ്നാനവും, രണ്ട് തിരുവത്താഴവും. ഇത് രണ്ടും ബന്ധങ്ങളുണ്ട് എങ്കിലും കർത്താവിന്റെ മരണത്തെ ഓർമ്മിപ്പിക്കുന്നതിനായിട്ട് കർത്താവ് സ്ഥാപിച്ചതായിട്ടുള്ള രണ്ട് ശുശ്രൂഷയാണെങ്കിൽ തന്നെയും രണ്ടും രണ്ട് വ്യത്യസ്തങ്ങളായ രീതി. ഒന്ന് ഒരിക്കൽ മാത്രമായിട്ട് അനുഷ്ഠിക്കേണ്ടത്, അത് സ്നാനം. രണ്ട് തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത് കൂടി വരുമ്പോഴൊക്കെയും അനുഷ്ഠിക്കുവാനുള്ളത്. കർത്താവിന്റെ മരണവുമായി കർത്താവിന്റെ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന ശുശ്രൂഷയാണ് എന്ന് നാം ചിന്തിക്കുന്ന അതേ അവസരത്തിൽ തന്നെ അതിന്റെ പ്രത്യേകത, അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഒരിക്കൽ മാത്രം അനുഷ്ഠിക്കേണ്ടതും മറ്റേത് ജീവിതത്തിൽ ഉടനീളം അനുഷ്ഠിക്കേണ്ടതുമായിട്ടുള്ളതായ സംഗതിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത.